വാലേക്കും അസ്സലാം. നിങ്ങൾ നിക്ക്, അപ്പ വരട്ടാ. വലിയ പെരയും കൂടിയൊക്കെയാണ്. രാവിലത്തെ കഴിഞ്ഞിട്ടാണ്. എന്തേലൊക്കെ തരാതിരിക്കൂല. ആരമ്മ വന്നിരിക്കുന്നത്? അത് സക്കാത്തിന് വന്നാണ് ഒരു താത്ത. ഞാൻ എന്തേലൊക്കെ ഉണ്ടോ നോക്കട്ടെ. അതിനിവിടെ എന്തെങ്കിലും ഉണ്ടാ? ഒരു 10-200 ഉണ്ട്. ഞാൻ എടുത്തേച്ചിന്ന് ആരേലും വന്ന് ചോദിച്ചാല് കൊടുക്കാലോചിട്ട്. ഈ പെരന്റെ അമ്മയടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് ചോദിക്കുമ്പോ നമ്മളെങ്ങനെ കൊടുക്കാതിരിക്കുക? ഇത്രയും വലിയ പെരയില് വന്നിട്ട് ഒന്നും കിട്ടിയില്ലാന്ന് ഓലെ മനസ്സിലേലും ഉണ്ടാവൂലേ. ഞാൻ അവിടുത്ത് നോക്കട്ടെ. ഇപ്രാവശ്യം പൈസ ഒന്നും അയച്ചിട്ടില്ല. പിന്നെ സക്കാത്ത് ഇപ്രാവശ്യം കൊടുക്കണില്ല വെച്ചിട്ടാ. പിന്നെ നിങ്ങൾ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ വന്നതല്ലേ. ഇപ്പൊ എന്തായാലും എന്റെ അടുത്ത് തന്നെ ഉള്ളു. നിങ്ങളത് കൊണ്ടുപോയിക്കോളെ. അതിനെന്താ, ഒന്നും കുഴപ്പമില്ലെന്ന്. ഞാൻ പോട്ടെട്ടാ. ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോളെ. പൈസ കൊടുത്താ? കൊടുത്ത്. അല്ലമ്മ, ഇനി ഇതേപോലെ ആൾക്കാര് വന്നു കഴിഞ്ഞ ഇനി എന്താ നമ്മള് കാട്ടുക? ഒരു ദിവസം 1-2 ആൾക്കാരൊന്നല്ലല്ലോ വരുന്നത്. ഞാൻ എന്നോട് പറഞ്ഞില്ല ഒരു 10-200 ഒക്കെ ഉണ്ട്. അതിന് കുറച്ചൊക്കെ കൊടുക്കണം. ആരിപ്പൊ മടക്കി പറഞ്ഞേക്കൊന്നും വേണ്ട. വലിയൊരു പെരയും കൂടിയൊക്കെ കണ്ട ആൾക്കാര് വിചാരിക്കും നല്ല പൈസയും മുതലൊക്കെ ഉണ്ട് എന്നുള്ളത്. നമ്മളെ അവസ്ഥ ഇപ്പൊ നമ്മക്കെല്ലാം അറിയുള്ളൂ. കാണുമ്പോ എന്താ വലിയ പെരയും കൂടിയൊക്കെ ഉണ്ട്. ഞങ്ങളെ അവസ്ഥ ഇപ്പൊ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. കാണുന്നവർക്കൊന്നും അറിയില്ലല്ലോ. ഇപ്പാക്കും ഇക്കാക്കും പണിയൊക്കെ കുറവാണ്. അതിന്റെ ഇടയിൽ ഇപ്പൊ എന്റെ പഠിത്തം ഒക്കെ കൂടെ ആകെ ഇടങ്ങാറായിക്കണോല്. പഠിക്കാനും തോന്നണേ, ഒന്നിനും തോന്നാത്തൊരവസ്ഥ. മോളെ, അമ്മ ഇവിടെ വന്നിട്ടേ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചാ. ഞാനേ തിരുമ്പിയതൊക്കെ ഒന്ന് പോയിട്ട് എടുത്തേക്കട്ടെ. അതെ വരുന്നു. ഞാൻ ഉണ്ടാക്കിക്കോളാം, നിങ്ങള് പോയിക്കോളി. വേവായോ? സെഫിയ, ഇജ് ഇവിടെ ഉണ്ടായിന്നാ? അന്ന് നേരം വെളുത്തിട്ട് ഇതുവരെ ഒന്നും പുറത്ത് കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഉണ്ടായിട്ടില്ലേടി. ഒരു കിറ്റ് കൊടുക്കലുണ്ടായിരുന്നു കൂട്ടായ്മന്റെ. അപ്പൊ അതിന് പോയിന്ന് മളെ. അതിന് ചെന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളു. അപ്പൊ നേരം വെക്കും ചെയ്ത്. അനക്ക് എങ്ങനെങ്കിലൊക്കെ കിട്ടും. നമ്മക്കൊന്നും ആരും തരാനും ഇല്ല. അല്ല, ഇജെന്താ വരായിന്ന്? പണക്കാര് പാവങ്ങള് എന്നൊന്നുമില്ല, എല്ലാ ആൾക്കാരും വന്നീന്ന്. ഞാൻ വിചാരിച്ചിരിക്കുന്നു ഇജ് അറിഞ്ഞിട്ടുണ്ടാവുന്ന്. ഞാൻ അറിഞ്ഞിട്ടില്ലേടി. എല്ലാരെ കണ്ണിലിപ്പൊ ഞങ്ങള് പണക്കാരല്ലേ.
എല്ലേതുള്ള ആൾക്കാരാണ്. ഞങ്ങളെ അവസ്ഥ ഇപ്പൊ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. നമ്മളാ സൈനാന്റെ മകല്ലേ, ഓൻ അതിന്റെ എന്തോ ഒരു അംഗം എന്തോ അത്ര. അപ്പൊ ഓൻ ഇന്നലെ എന്നെ പീരീഡ് അവിടുന്ന് കണ്ടിന്ന് സാധനം വാങ്ങാൻ പോയപ്പോഴേ ഓൻ പറയാ ഇങ്ങനെ നാളെ ഉണ്ട്, നിങ്ങള് വരുണ്ടോന്ന്. അപ്പൊ ഞാൻ ചെന്നപ്പോഴല്ലേ കാണുന്നത് പാവപ്പെട്ടവരും പണക്കാരും എല്ലാരും ഉണ്ട്, നല്ല ജനങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിരിക്കണ ഡീജ അറിഞ്ഞിട്ടുണ്ടാവുന്നു. അനക്കറിയില്ല ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ, ഞങ്ങൾ എങ്ങനെ കഴിയണെന്നുള്ളത് അനക്ക് മാത്രമേ അറിയുള്ളൂ. പുറമുള്ള ആൾക്കാർക്ക് ഒന്നും അറിയില്ല. ഇക്കാക്കും പണിയില്ല, ചെക്കനും ഇപ്പൊ പണി കുറവാ. ആ കൊറോണന്റെ സമയത്ത് എല്ലാരും ആ നാട്ടിക്ക് ഇങ്ങോട്ട് കയറ്റി അയച്ചല്ലോ, അതില് പോലും രണ്ടാളും പെട്ടിയില്ലേ. അതോടെ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോ പണിക്ക് പോയിക്കണ്. ഇനിയിപ്പോ പോയിട്ടും കാര്യം ഇപ്പൊ എന്താ ഉള്ളത്, പണി തോരൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു പണി ഉണ്ടായെങ്കിൽ ആയി. ആ പൈസ ഇങ്ങോട്ട് അയച്ചു തരും ചെയ്യും. ഇക്കല്ലേ ഇതും അറിയാതെ അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇതാണെങ്കി ഒന്നും ഇല്ലെങ്കിൽ ഇട്ടൊന്നും പറയും ചെയ്യൂലല്ലോ. എങ്ങനെ പറയാനാടി, പറഞ്ഞാ തന്നെ ഇപ്പൊ ആരെ വിശ്വസിച്ച ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ളത്. ഓല കണ്ണിലെന്നും ഞങ്ങള് പൈസക്കാരാണ്. പിന്നെ ഒക്കെ ശരിയാവും, ഇജ്ജ് വിഷമിക്കണ്ട. ഞാനേ ഓൾക്ക് സൈനാക്കൊന്ന് വിളിച്ചോക്കട്ടെ, ആ ചെക്കന് കഴിഞ്ഞിക്കണോ ഇല്ലേന്നുള്ളതൊന്നും അറിയാലോ. ഒന്ന് വിളിച്ചു നോക്കിട്ട് ഞാൻ എന്നോട് വന്ന് പറയാട്ടാ. അന്ന് ഇജ്ജൊന്ന് വിളിച്ചിട്ട് ഇജ്ജ് പറയുണ്ടോ, എന്നാല് ഞാൻ അവിടെ ഉണ്ടാവും. എന്തൊരു ചൂടാണോ, അതൊക്കെ ഒന്നും കേറാനും വെച്ച. പോകുമ്പോ പെണ്ണീനൊന്ന് വിളിച്ചാ മതിയായിരുന്നു. അല്ലെങ്കിലും ഇപ്പൊ എങ്ങനെ അറിയാപ്പോ ഇങ്ങനത്തെ അവസ്ഥയെന്നുള്ളത് ഓളൊന്ന് പറഞ്ഞാലല്ലേ ഉള്ളൂ. ഇപ്പൊ എന്തായാലും സൈനാക്കൊന്ന് വിളിച്ചോക്കാം. ഹലോ സൈന. ആടിക്ക് കിട്ടിയെങ്കിൽ ഞാൻ എന്നോട് വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടപ്പൊ വിളിച്ചത്. പിന്നെ ഇത് എന്റെ മകനോട് ചോദിച്ചോക്കാ, കിറ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞിക്കണോന്ന്. അതൊക്കെ ഒരാൾക്കാണ്. ഇജ് ഒന്ന് ഓനോടൊന്ന് വിളിച്ചു ചോദിച്ചു നോക്ക, അല്ലെങ്കിൽ ഇജ് ഒന്ന് വന്നാ ഒന്ന് ചോദിച്ചു നോക്കേ, എന്നിട്ട് ഇജ്ജിന്നോട് പറയേ. എന്നാ ഇജ് ഇങ്ങോട്ട് വായോ. ആയിക്കോട്ടെ എന്നാല്. സൂറേ, ഇജ് ഇവിടെ തന്നെ ഇരിക്ക? ആടി ഞാൻ ഇവിടെ തന്നെ ഇരിക്കാണ്. എന്തൊരു വെയിലാണ്. പിന്നെ ഉള്ളിലാണെങ്കിൽ ചൂടെടുത്തിട്ട് ഇരിക്കാനും വെച്ച. അപ്പൊ ഇങ്ങനെ കാറ്റുണ്ടിട്ട് ഈ മരത്തിന്റെ തൊട്ട് ഇങ്ങനെ ഇരിക്കാ വിചാരിച്ചിട്ടേ പിന്നെ ഇജ്ജ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ല. അകത്തേക്ക് ഇരിക്കണാ? വേണ്ടാണ്ടി, ഇവിടെ ഇരിക്ക, ഇവിടെ നല്ല കാറ്റുണ്ടല്ലോ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? എടി കിറ്റ് കഴിഞ്ഞിക്കണത്രടോ. ചെക്കൻ പറഞ്ഞിന്നോട് അത് അപ്പ തന്നെ കഴിഞ്ഞിക്കണ്. തോനെ ആൾക്കാരുണ്ടായിരുന്നില്ലേ, ഇജ്ജ് കണ്ടേയല്ലേ ജനം. അപ്പൊ തന്നെ കഴിഞ്ഞിക്കണ. ഇജ്ജ് ആർക്ക് വേണ്ടിട്ട് പറഞ്ഞിരുന്നു കിറ്റ്? അതെടി ആ സെഫിയല്ലേ, ഓൽക്ക് വേണ്ടിട്ടേന്നേ. ഓൽക്ക് പ്രാവശ്യം കിറ്റൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഓൽക്ക് എന്തിനാപ്പൊ ഒരു കിറ്റ് കിട്ടിയിട്ടൊക്കെ വേണം ജീവിക്കാന്? അങ്ങനത്തെ 100 കിറ്റ് കൊടുക്കാനുള്ള കഴിവ് ഇപ്പൊ ഒന്നും ഓൽക്കില്ലേ? മാപ്പിളും മകനൊക്കെ ഗൾഫിലാണ്. പോരാത്തതിന് വലിയ 2 നില പേരും ഒക്കെ ഉള്ള ആൾക്കാരല്ലേ. പിന്നെ എന്തിനാ ഓൽക്ക് കിറ്റ്? കാണുന്നവർക്ക് ഇപ്പൊ എന്താ വലിയ പേരും കൂടിയും ഒക്കെ ഉണ്ട്. ഓല അവസ്ഥ ഓൽക്ക് മാത്രല്ല അറിയുള്ളൂ. ഓല് പറഞ്ഞപ്പോഴാ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ അറിയുന്നത്. മാപ്പിളയും മകനൊക്കെ ഗൾഫിലൊക്കെ തന്നെയാണ്. സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ പണിയില്ല. കൊറോണ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓൽക്ക് പണി ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞത്. ഒരു മുതല് ആ പെരന്റെ ഉള്ളിൽ ഇല്ലത്ര. കിറ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുണ്ടോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നപ്പോ എന്റെ മകനോടൊന്ന് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞേന്ന് ഓളോട് ഞാൻ. അപ്പൊ ഇനിയിപ്പോ ഓന്റെ ഒരു അവിടെ ഇല്ലാന്നുണ്ടെങ്കി ഇനിയിപ്പൊ എന്താ കാട്ടുക? ഞാൻ അറിഞ്ഞിട്ട് എടി ഇവല് ഇങ്ങനൊക്കെയാണ് കഴിയണെന്നുള്ളത് നമ്മളോട് ആരോടേലും പറഞ്ഞാലല്ലേ ഉള്ളൂ. ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ എന്താ നമ്മള് കാട്ടുക? ഇപ്പൊ നമ്മളെ അയൽവാസിയിൽ തന്നെ ഇങ്ങനെ ഒരാള് പട്ടിണി എടുക്കാണെന്നൊക്കെ പറയുമ്പോ നമ്മക്ക് നമ്മളെന്താ ചെയ്യാ? ഇപ്പൊ എന്തായാലും ഒരു 3 കിറ്റ് നിക്ക് കിട്ടിക്കണ് ഇപ്പൊ ഈ നോമ്പായിട്ട്. അപ്പൊ ഞായിത്തൊരു കിറ്റ് ഓൾക്ക് കൊണ്ടുകൊടുക്ക, അതപ്പൊ നടക്കുള്ളൂ. അന്ന് ഇജ്ജ് കൊടുത്തോക്ക്. ഞാൻ ചെക്കനോട് ചോദിച്ചോക്കട്ടെ എവിടുന്നെങ്കിലും കിറ്റ് ഇനി വേറെ ഏതെങ്കിലും കിട്ടുമോന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ ഞാനും കൊണ്ടുകൊടുത്തോണ്ട്. ഇജ്ജ് ഇപ്പൊ തൽക്കാലം എന്റെ അടുത്തുള്ള ഒന്ന് കൊടുക്കാം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം കിറ്റ് കുറവാണ് കിട്ടിയത്. പിന്നെ എന്റെ മകളും കൊണ്ടുപോകും ചെയ്തു, ഓക്കില്ല അറിഞ്ഞിട്ടേ.
ഇനിയിപ്പൊ എന്തായാലും അത് കൊടുത്തോട്ടെ. ഇനി അനക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൊടുന്നു കൊടുത്താളാ. എന്നാ ഞാൻ പോവാൻ നോക്കട്ടെ. വാങ്ങി കൊടുക്കാനായിക്കണ്. പിന്നെ പെണ്ണ് സ്കൂൾ ഇട്ടിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ. ഈ പെരന്റെ ഉള്ളിൽ ഒരുപാട് പണികളുണ്ട്. ഇപ്പൊ ഏതായാലും വിളിച്ചല്ലേന്ന് വിചാരിച്ചിട്ട് വേറെ പോന്നതാണ് ഞാൻ. ഈ കാര്യം ആർക്കാണ് എന്നുള്ളത് അറിയും ചെയ്യാലോചിച്ചിട്ട്. എന്നാ ചെല്ല്, ബാങ്ക് കൊടുക്കാനായി തുടങ്ങി. ഞാൻ എന്നാ സാധനം ഒന്നും കൊണ്ടുകൊടുത്തങ്ങാണ്ട് ഞാൻ ഒത്തുക്കോട്ടെ. എന്നാ ഞാൻ പോയിട്ട് വരട്ടാ. എന്നാലേ കൊണ്ടുകൊടുക്ക. എന്നിട്ട് ഇല്ലെങ്കിൽ ഞാന് ചെക്കനക്ക് എവിടുന്നേലും കിട്ടുമോന്ന് ചോദിച്ചു നോക്കട്ടെ. അപ്പൊ ഞാനും കൊടുന്നു കൊടുത്തോണ്ട്. എന്നാ ശരി എന്നാല്. എന്നാ ശരിയടി. കൊടുക്കാനായി തുടങ്ങി. മോളെ സെഫിയ, സെഫിയ. താത്തേ. ഇമ്മ എവിടെടി? ഇമ്മ താവത്തുണ്ട്. ഇമ്മ, ഇത് സൂറാത്ത വിളിക്കണേ. ഇമ്മ ഇപ്പൊ വരൂട്ടാ. സൂറേ, കേറി വാടി. കേറുന്നില്ലടി, ഞാൻ പോവാണേ. എന്നാ ഇതാണ്ട് അവത്തുക്ക് കൊണ്ടച്ചാ. കിറ്റ് കിട്ടിയില്ലേ? കിറ്റ് ഒന്നും കിട്ടിയിട്ടില്ലടി. ഇതൊക്കെ റംസാനിൽ ഇപ്പൊ കിട്ടിയ കിറ്റോളാണ്. അതിനിപ്പോ ഒന്നണക്ക് തന്നതാണ്. അണക്കോ ആരും തരാനില്ല. എന്തിനപ്പൊ ഇന്ന് അണക്ക് കിട്ടിയത് ഇങ്ങോട്ട് കൊടുന്നത്? അതൊന്നും സാരില്ല. എനിക്ക് എല്ലാ കൊല്ലം റംസാനിന് കിറ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ 3 ഇപ്പൊ ഉണ്ട് പെരയിലിരിക്കണ്. പിന്നെ ഞങ്ങള് 2 ആളല്ലേ ഉള്ളൂ. അതിന് മാത്രം തിന്നൂല്ല. അപ്പൊ ഇന്ത്യന്ന് ഒരു കിറ്റ് അണക്ക് തന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും വരാനില്ല. എന്തായാലും ഞാൻ പോട്ടെ, വാങ്ങി കൊടുക്കാനായി തുടങ്ങി. ആയിക്കോട്ടെ. എന്നാ ചെല്ല്. മോളെ, ഇത് തോന്ന സാധനങ്ങളുണ്ടല്ലോ. ഇമ്മ പാവം, അതിന് കിട്ടിയ കിറ്റാണ്. നമ്മളെ കഷ്ടപ്പാട് അറിഞ്ഞിട്ട് കൊടുന്നാ നിക്കണത്. ശരിയാണ്, ഓൾക്ക് കിട്ടിയ സാധനങ്ങളാണ് ഇപ്പൊ നമ്മക്ക് കൊടുന്നാ നിക്കണത്. പഠിച്ചോ എന്തായാലും ഓലെ പട്ടിണിക്ക് ഇടൂല. ഉമ്മ, നമ്മളെ അവസ്ഥയിൽ കൂടെ കടന്നു പോണെ വേറെ ഉണ്ടാവൂല ആൾക്കാരൊക്കെ. ഇതേപോലെ വലിയ വീടും കൊറേ സ്ഥലങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവൂലേ? ഓല അവസ്ഥ ഇപ്പത് എന്താന്ന് നമ്മക്കറിയില്ലല്ലോ. പുറമേന്ന് നോക്കുമ്പോ ഒക്കെ വലിയ വീടാണ്, തോനെ പറമ്പുണ്ട്, കാറുണ്ട്. എല്ലാരും വിചാരം അങ്ങനെയൊക്കാറില്ലല്ലേ? നമ്മളെ അവസ്ഥ തന്നെ ആവൂല ചില ആൾക്കാർക്ക്. അപ്പൊ അതുപോലെയുള്ള ആൾക്കാരെ സഹായിക്കാനും ആൾക്കാരുണ്ടായാൽ മതിയായിരുന്നുല്ലേ? എവിടൊക്കെ പട്ടിണി എടുക്കണ്ടോ അവിടൊക്കെ പറിച്ചോണ്ടാവും ഓരോ കൂടെ. ഇതേപോലെ നമ്മളെ സഹായിച്ചില്ലേ, അതേപോലെ അവിടെയുള്ള ആൾക്കാരെ സഹായിക്കാൻ റബ്ബന്നെ ഒരാളാക്കിയിട്ടുണ്ടാവും. ഫോൺ അടിക്കണ്ടല്ലോ. ഹലോ ഇക്ക. വലൈക്കും അസ്സലാം. എന്താ ഇക്ക ഇങ്ങനെ പോണു? കുഴപ്പമൊന്നുമില്ല. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇക്ക, എല്ലേതും ഉണ്ട്. അത് നമ്മളപ്പുറത്തെ പേരത്തെ സൂറല്ലേ, ഓൾക്ക് കിറ്റ് കിട്ടിയിരുന്നു. അത് നമുക്ക് കൊടുന്നാ നിക്കണം. അതിലെല്ലാ സാധനങ്ങളും ഉണ്ട്. നിങ്ങള് സമാധാനായിട്ടിരിക്കെ, ഒരു കുഴപ്പമില്ല. ആയിക്കോട്ടെ, ഞാൻ വാങ്ങിക്കൊണ്ട്. ശരി. മോള് ഇവിടെ ഉണ്ട്. വലൈക്കും അസ്സലാം. ഇപ്പാക്ക് ഒരു സമാധാനം ഇല്ലായിട്ട് വിളിച്ചതാണ്. ഇപ്പാക്ക് നല്ല സന്തോഷായിക്കണ കേട്ടപ്പോ.